ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ആരാണ് ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ആഗ്രഹിക്കാത്തത്, അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിന് സഹായിക്കുന്ന വളരെ പ്രായോഗികമായ 5 വഴികളെക്കുറിച്ചാണ്. കാലങ്ങളെ അതിജീവിച്ച ജ്ഞാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട കാര്യങ്ങളാണിത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാ മാറ്റത്തിന്റെയും അടിത്തറയെന്ന് പറയാവുന്ന ഒരു ഖുർആൻ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അല്ലാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. ഇതിലെ മെസ്സേജ് വളരെ വ്യക്തമാണ്, അല്ലേ? പുറത്തുനിന്നുള്ള ദൈവികമായ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ മാറ്റത്തിന്റെ തുടക്കം നമ്മുടെ ഉള്ളിൽ നിന്നായിരിക്കണം. ആ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മാറ്റം ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് ഈ തത്വം അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. പണ്ട് അബുലദാഹിയ എന്ന കവി പറഞ്ഞിട്ടുണ്ട്, ചിന്തയുണ്ടെങ്കിൽ മനുഷ്യൻ എല്ലാ കാര്യത്തിലും ഒരു വഴികാട്ടിയുണ്ടാകുമെന്ന്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ പുതിയ കാലത്തേക്ക് വന്നാൽ പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലെ അപ്രശസ്തമായ വാചകമില്ലേ, നിങ്ങളൊരു കാര്യം അതിയായി ആഗ്രഹിച്ചാലേ ഈ പ്രപഞ്ചം മുഴുവൻ അത് സാധിച്ചു തരാൻ കൂടെ നിൽക്കുമെന്ന്. ഇതെല്ലാം പറയുന്നത് ഒരേ കാര്യമാണ്, നമ്മളാ ഉറച്ച തീരുമാനം. അതുതന്നെയാണ് എല്ലാ മാറ്റത്തിന്റെയും താക്കോൽ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഒരു യാത്ര തുടങ്ങുന്നതിനു മുൻപ് നമ്മൾ വഴിയിലെ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യുമല്ലോ, അതുപോലെ തന്നെയാണ് ഇതും. നമ്മുടെ ആത്മീയമായ യാത്രയിൽ ആ ഒരു കണക്ഷനെ ദുർബലപ്പെടുത്തുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് അവയെ എടുത്തുമാറ്റണം. ഒരു നിമിഷം നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് സത്യസന്ധമായി ചോദിക്കാം, എന്താണ് അല്ലാഹുവുമായുള്ള എന്റെ ബന്ധത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നത്? ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ ചില കൂട്ടുകെട്ടുകളാവാം. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൂടെ കൂടിയ ചില ദുശ്ശീലങ്ങളായിരിക്കാം. പണ്ടൊരിക്കൽ ഇബ്നുൽ മുബാറക്കിനോട് ഒരാൾ വന്നു പറഞ്ഞു, എനിക്ക് രാത്രി നമസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ലെന്ന്. അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? നിന്റെ പാപങ്ങൾ നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്നായിരുന്നു. ഈ ഒരു ആശയം എത്ര മനോഹരമായിട്ടാണ് ഹസനുൽ ബസരി ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നതെന്ന് നോക്കൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഡ്രസ്സിൽ ഒരു കറയുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര നല്ല പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിലും ആളുകളുടെ ശ്രദ്ധ ആദ്യം പോകുന്നത് ആ കറയിലേക്കായിരിക്കും. അതായത് നമ്മുടെ തെറ്റുകളും കുറവുകളുമാകുന്ന കറകളെ നമ്മൾ ആദ്യം കഴുകിക്കളയണം. അതിനുശേഷമേ നമ്മുടെ നല്ല പ്രവൃത്തികളാകുന്ന സുഗന്ധത്തിന് പൂർണ്ണമായി ശോഭിക്കാൻ കഴിയൂ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇത് വളരെ നിർണായകമായൊരു തന്ത്രമാണ്. യുദ്ധം തുടങ്ങുന്നതിനു മുൻപേ അതിൽ വിജയിക്കുക. അതായത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തെറ്റായ ചിന്തകളില്ലേ, അതിങ്ങനെ മുളപൊട്ടി വരുന്ന സമയത്ത് തന്നെ അതിനെ പ്രതിരോധിക്കുക. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണിത്, അല്ലേ? ഒരുപാട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അല്പം മുൻകരുതലാണ് എന്ന്. ഈയൊരു പ്രിൻസിപ്പിൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും 100% ശരിയാണ്. പ്രലോഭനങ്ങളാകുന്ന ഒരു അസുഖം വന്നിട്ട് അതിനെ ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് അത് വരാതെ നോക്കുന്നത്. ഇബ്നുൽ ഖയ്യം ഒരു തെറ്റ് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് 6 ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട്. ഈ സ്ലൈഡിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യം അതൊരു ചെറിയ തോന്നൽ മാത്രമായിരിക്കും, ഒരു പാസിംഗ് തോട്ട്. അതിന് നമ്മൾ തന്നെ തടഞ്ഞില്ലെങ്കിൽ അതൊരു ചിന്തയായി മാറും. പിന്നെ അത് വളർന്ന് ആഗ്രഹവും അത് ചെയ്യാനുള്ള ഒരു ഉറച്ച തീരുമാനവുമായി മാറും. അടുത്ത ഘട്ടത്തിൽ അതൊരു പ്രവൃത്തിയായി പുറത്തുവരുന്നു. ഇത് ആവർത്തിക്കുമ്പോഴോ അതൊരു ശീലമായി നമ്മുടെ സ്വഭാവത്തിന്റെ തന്നെ ഭാഗമായി മാറുന്നു. അപ്പോൾ ഇതിൽ എവിടെയാണ് തടയാൻ ഏറ്റവും എളുപ്പം? തീർച്ചയായും ആ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ. തൊട്ടു മുൻപ് നമ്മൾ പറഞ്ഞ ഈ ആശയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. അദ്ദേഹം പഠിപ്പിച്ചതെന്താണ്? സത്യസന്ധത പുണ്യത്തിലേക്കും പുണ്യം സ്വർഗത്തിലേക്കും നയിക്കും. അതേപോലെ കളവ് അധർമ്മത്തിലേക്കും അത് നരകത്തിലേക്കും നയിക്കുന്നു. ഒരാൾ സ്ഥിരമായി സത്യം പറയുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ അവനൊരു സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തപ്പെടും. അപ്പൊ നോക്കൂ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചെറിയ ചെറിയ പ്രവൃത്തികളുടെ ഒരു ശൃംഖല, അതാണ് നമ്മുടെ അവസാനത്തെ ലക്ഷ്യസ്ഥാനം എവിടെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ വഴി. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒറ്റത്തവണ ചെയ്യുന്ന വലിയ കാര്യങ്ങളിലല്ല, മറിച്ച് സ്ഥിരമായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുടെ ശക്തിയെക്കുറിച്ചാണ്. വലുതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനു മുൻപ് ചെറുതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ പ്രവാചക വചനം നോക്കൂ, ഇതിന്റെ ആഴം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മങ്ങൾ അതെത്ര ചെറുതാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നവയാണ്. അപ്പോ കാര്യം അളവിലല്ല, സ്ഥിരതയിലാണ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മഹാനായ പണ്ഡിതൻ ഇമാം അഹ്മദിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം. കേൾക്കൂ, അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു. രാത്രിയായപ്പോൾ തങ്ങാനായിട്ട് ഒരു പള്ളിയിൽ കയറി. പക്ഷെ അവിടുത്തെ കാവൽക്കാരൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല, പള്ളിയിൽ നിന്ന് പുറത്താക്കി.
അങ്ങനെ തെരുവിലെ എന്തു ചെയ്യണമെന്നയ്യാതെ നിന്ന ഇമാം അഹമ്മദിനെ ഒരു സാധാരണ റൊട്ടിക്കാരൻ കണ്ടു. അദ്ദേഹം ഇമാം അഹമ്മദിനെ തന്റെ ചെറിയ കടയിലേക്ക് ക്ഷണിച്ചു. അവിടെ ഇരുന്ന് ഇമാം അഹമ്മദ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ റൊട്ടിക്കാരൻ ജോലി ചെയ്യുന്നതിനിടയിൽ നിർത്താതെ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരുന്നത് ഇതായിരുന്നു: സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അക്ബർ. ഒരു മടുപ്പുമില്ലാതെ മാവ് കൊഴിക്കുമ്പോഴും റൊട്ടി പരത്തുമ്പോഴുമൊക്കെ അദ്ദേഹം അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് കൗതുകം തോന്നിയ ഇമാം അഹ്മദ് ആ റൊട്ടിക്കാരനോട് ചോദിച്ചു, ഇത്രയും കാലമായി നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായി ദിക്ർ ചൊല്ലുന്നുണ്ടല്ലോ, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ലഭിച്ചത്? ആ റൊട്ടിക്കാരന്റെ മറുപടി ശരിക്കും അവിശ്വസനീയമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് എന്തു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം അവൻ എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. ഒരൊറ്റ കാര്യമൊഴികെ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മഹാനായ പണ്ഡിതൻ ഇമാം അഹ്മദിനെ ഒന്ന് കാണുക എന്നുള്ളത്. അത് കേട്ടതും ഇമാം അഹ്മദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാ, അല്ലാഹു ഇതാ ഇമാം അഹ്മദിനെ കാലിൽ പിടിച്ച് വലിച്ച് താങ്കളുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആത്മാർത്ഥമായി സ്ഥിരമായി ചെയ്ത ആ ഒരു ചെറിയ കർമ്മത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന്. ഇനി നാലാമത്തെ വഴി, ഇതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. എപ്പോഴും മുന്നോട്ടും മാത്രം നോക്കുക. കഴിഞ്ഞുപോയ തെറ്റുകളിൽ കുടുങ്ങിക്കിടക്കാതെ ഒരു പുരോഗമന മനോഭാവം വളർത്തിയെടുക്കുക. എങ്ങനെ മെച്ചപ്പെടാം എന്ന് മാത്രം ചിന്തിക്കുക. ഈ സ്ലൈഡിലെ താരതമ്യം നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന്, ഒരു ദിവസം സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുക. ഖേദിക്കുന്ന മനസ്സോടെ അയ്യോ എന്തുകൊണ്ടെനിക്കത് നഷ്ടപ്പെട്ടു, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെടാം. അതിനു പകരം പുരോഗമന മനോഭാവത്തോടെ ഓക്കേ, ഇന്ന് നഷ്ടപ്പെട്ടു, നാളെ എങ്ങനെ എനിക്കിത് നഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നതിലാണ് കാര്യം. പിന്നോട്ട് നോക്കി ഖേദിക്കുന്നതിന് പകരം മുന്നോട്ട് നോക്കി ഒരു ചെറിയ ചുവട് വയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ അഞ്ചാമത്തെയും അവസാനത്തേതുമായ വഴിയിലേക്കെത്തി. ഒരുപക്ഷേ ഇതാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം: സ്വഭാവം. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങളുടെ എല്ലാം യഥാർത്ഥ ഫലം കാണുന്നത് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അളവുകോല്. ഈയൊരു സംഭവം ശ്രദ്ധയോടെ കേൾക്കുക. ഒരു സ്ത്രീയെക്കുറിച്ച് പ്രവാചകന്റെ അടുത്ത് പറയപ്പെട്ടു. അവർ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നയാളാണ്, പകൽ മുഴുവൻ നോമ്പെടുക്കും, ഒരുപാട് ദാനധർമ്മങ്ങളും ചെയ്യും. പക്ഷേ ഒരൊറ്റ പ്രശ്നമുണ്ട്: അവർ തന്റെ നാവുകൊണ്ട് അയൽവാസികളെ നിരന്തരം ഉപദ്രവിക്കും. അപ്പോ നോക്കൂ, ഒരു വശത്ത് ഒരുപാട് ആരാധനകൾ, മറുവശത്ത് മോശം സ്വഭാവം. ആ സ്ത്രീയെക്കുറിച്ചുള്ള പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി എന്തായിരുന്നെന്നോ? അത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, അവളിൽ ഒരു നന്മയുമില്ല, അവൾ നരകാവകാശികളിൽപ്പെട്ടവളാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം വളരെ വലുതാണ്. സൽസ്വഭാവമില്ലാത്ത ആരാധനകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിലയുമില്ല. നമ്മുടെ നമസ്കാരവും നോമ്പുമൊന്നും നമ്മളൊരു നല്ല മനുഷ്യനാക്കി മാറ്റുന്നില്ലെങ്കിൽ എവിടെയോ കാര്യമായ പിഴവുണ്ട്. അപ്പോ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നോമ്പുകൾക്കും ആരാധനകൾക്കും ശേഷം ആ അവസാനത്തെ വിചാരണയുടെ നാളിൽ നമ്മുടെ സ്വഭാവം നമ്മളെക്കുറിച്ച് എന്തായിരിക്കും സാക്ഷി പറയുക? ഈ ഒരു ചോദ്യം അത് ഞാൻ നിങ്ങൾക്കായി വിടുന്നു. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ, ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്.